ഹായ് ഗൈസ്, ഇറ്റ്സ് മീ പൊളിമല്ലു. എനിക്കറിയാം, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. കുറേ നാളെന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ എനിക്ക് 1.5 വർഷം മുന്നേ. അതായത് ഞാൻ പോളണ്ടിൽ വന്ന സമയത്താണ് ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടത്. ഇതിനൊക്കെ ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നു. കുറേ പ്രശ്നങ്ങളുണ്ടായി. കുറേ മെൻ്റൽ ട്രോമയിൽ കൂടെ പോയി. കുറച്ച് ബ്രേക്ക് ഡൗൺസ്, അപ്പ് ആൻഡ് ഡൗൺസ്, കുറച്ച് നല്ല കാര്യങ്ങൾ നടന്നു, ഒരുപാട് ഡൗൺഫാളുകളുണ്ടായി. യെസ്, കമ്മിങ് ബാക്ക്. അതുകൊണ്ട് എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിലേറ്റവും മെയിനായിട്ട് എനിക്ക് യൂട്യൂബിലേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഇടുന്നല്ലാതെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് പെട്ടെന്ന് എനിക്കങ്ങ് തോന്നി റീസ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്നറിയില്ല. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് 11-ാം തീയതിയാണ്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, 11 ഈസ് മൈ ലക്കി നമ്പർ. ഈ തോന്നലുണ്ടായത് എനിക്കൊരു 11-ാം തീയതി. എല്ലാത്തിലും എവിടെയെങ്കിലുമൊക്കെ എനിക്കൊരു 11 കാണും, അതുറപ്പാണ്. അപ്പോൾ ഗൈസ്, അധികം വലിച്ചു കിട്ടുന്നില്ല, സംഭവത്തിലുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഇടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ മൈൻഡിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടപ്പോൾ ഒരുപാട് കണ്ടൻസ് എൻ്റെ മൈൻഡിൽ കൂടെ ഇപ്പോൾ പോയി. അതെല്ലാം ഇപ്പം തന്നെ ഞാൻ മുട്ടി നിൽക്കുകയാണ് എഴുതാൻ വേണ്ടി. പിന്നെ ഗൈസ്, ഈ ഗൈസ് എന്നൊരു വാക്ക് സത്യം എനിക്ക് ഒഴിവാക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഈ യൂട്യൂബ് കണ്ടൻറ്റൊക്കെ കാണാൻ തുടങ്ങിയ സമയത്ത് ഒരാൾ വമ്പൻ ഹിറ്റായിരുന്നു. അത് കാർത്തിക് സൂര്യായിരുന്നു. പുള്ളിയുടെ വീഡിയോസ് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് തന്നെ കാണാൻ തുടങ്ങിയത്. അപ്പം അന്ന് വായിക്കേറിയൊരു വാക്കാണ് ഈ ഗൈസ് എന്നുള്ള വാക്ക്. അതിന് നിലവിലാരും കോപ്പിറൈറ്റ് പറയാത്തതുകൊണ്ടും കോപ്പിറൈറ്റ് ചെയ്യാത്തതുകൊണ്ടും നമ്മൾ ആ വാക്ക് ഇവിടെ എടുക്കുവാണ്. ക്ലീശയായിട്ട് തോന്നുന്നവർക്ക് ഇറ്റ്സ് ഓക്കെ. ഞാനിങ്ങനെയാണ്. എനിക്കിങ്ങിലേക്ക് അഭിനയിച്ച് വേറൊരു വാക്കുണ്ടാക്കി അത് ട്രെൻഡിങ് ആക്കാമെന്നും അറിയത്തില്ല. വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വായിന്ന് വീഴുമായിരിക്കും. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വാക്കുകളൊക്കെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങളൊക്കെ അവർക്കറിയാം. അപ്പോൾ അതൊക്കെ ഇനിയും പുറത്തോട്ട് വരും. ജസ്റ്റ് നത്തിങ്, ഒരു ആക്ടിങ്ങും ഇല്ല, ഒരു മാസ്കിങ്ങും ഇല്ല. ജസ്റ്റ് ഫ്രീ വ്ളോഗ്, ഫ്രീ ആയിട്ട് സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ വെളുപ്പിനെ ഞാനൊരു 3:30 ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. ഇതേ ലൈറ്റൊക്കെ എൻ്റെ വേറൊരു ഫോണിലെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കി മാക്സിമം ക്ലാരിറ്റി നിങ്ങൾക്ക് തരണമെന്നൊക്കെ ഉണ്ട്. യെസ്, അങ്ങനെ പക്കയായിട്ട് നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നല്ലേ, ഓണാണ്. നാളെ തൊട്ടോ സാധനം വന്നു തുടങ്ങും, അതെനിക്ക് ഉറപ്പാണ്. ചെറിയ കണ്ടൻറ്റുകളാണെങ്കിലും, ഷോർട്സ് ആണെങ്കിലും, ചെറിയ വ്ളോഗ്സ് ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം എനിക്ക് എൻ്റെ മടി മാറ്റണമെന്നൊരു കുറച്ച് ദിവസം ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ മടിയൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിലൊന്ന് ഉഷാറാവണമെന്നൊരു ഒരു മൈൻഡ് വോയിസ് അങ്ങ് വന്നു. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പറ്റുന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടന്റ് അല്ല, എന്നാലും എനിക്കൊരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മനസ്സിലായില്ലേ? അതൊരു വെറൈറ്റിയാണ്. അപ്പം പുതിയ കണ്ടന്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മിസ്റ്റർ DK സൈനിങ് ഓഫ്. ബൈ.